നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ നമ്മൾ നാട്ടിൽ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. കയറിത്താമസമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പണിത വീട്. ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് കയറിത്താമസം കഴിഞ്ഞ് ഫസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് അച്ചാന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഹൗസ് ബോട്ടിങ് പരിപാടികളുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് നമ്മൾ ഫാമിലിയിൽ വന്നിട്ടുള്ള സുമിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹൗസ് ബോട്ടിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ആരെങ്കിലും കറങ്ങാൻ വേണ്ടി വരുമ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ വെക്കേഷൻ വരുന്ന സമയത്ത്. അപ്പോൾ നേരെ അച്ചാന്തുരുത്തിയിലേക്ക് പപ്പയുടെ കൂടെയാണ് കറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് കടന്നുവെച്ചാൽ മതി. അനീഷ ജാൻവി ബസ്സിൻ്റെ ഡ്രൈവറാണ്. ഇപ്പോൾ എവിടെ നിങ്ങൾ എടുക്കുന്നത്? ലിംബ്രാസ് എടുക്കുന്നു. അപ്പോൾ കയറിയിരുന്നോ? നമ്മുടെ കൂടെ അനീഷ് വണ്ടി എടുക്കുന്നത്. ബാക്കി എല്ലാവരും ചാച്ചന് ഒരു പട തന്നെ നമ്മുടെ എല്ലാവരും ഉണ്ട്. സുമിയുടെ അനിയത്തിമാർ, മമ്മിയുടെ അനിയത്തി, ഇത് വേറൊരു അനിയത്തി, പിന്നെ പുറകിൽ ഇത് അനിക്സ്, ആൽബർട്ട്, ജിമ്മിച്ചന്, ജെയ്സന്, സുബി. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മൾ ഡാൻസ് കളിക്കുന്നില്ല, പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇവിടെ ആൽബർട്ട് എല്ലാം റെഡിയായിട്ട് സെറ്റായിട്ട് വൈബിൽ റെഡി ആയിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരെ ഹൗസ് ബോട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. ഒരു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അനീഷ് വണ്ടി സൈഡാക്കിയെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഇവിടെ സെറ്റാണ്. അമ്മോ ഓക്കെ അല്ലേ? അനീഷേ അനീഷേ വണ്ടിയുടെ വെച്ചാൽ ഓക്കെ അല്ലേടാ? കുഴപ്പമില്ല. എല്ലാം ലോക്കായില്ലേ? അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ജേസിനും സുമി, നിങ്ങൾ എന്താണ് ശ്രമിക്കുന്നത്? സെൽഫി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ? ഞാൻ ഫോട്ടോ എടുത്തു തരുമല്ലേ? ഒരു മിനിറ്റ്. അപ്പോൾ ജേസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ജേസിനെ കുത്തിന് പിടിച്ചു നിർത്തി സെൽഫി എടുപ്പിച്ച കേട്ടോ, അല്ലേടാ? അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് പോകുന്നു. നമ്മൾ അകത്തും വെള്ളം പുറത്തും വെള്ളം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓൺ ദ വെയിറ്റ് ബോട്ട്. അകത്തും വെള്ളം പുറത്തും വെള്ളം അല്ലേ? അല്ല, ഒരു കാര്യം മറന്നുപോയി. എന്നാ നമുക്ക് അവിടെ ചെന്ന് അകത്തോട്ട് ആക്കാനുള്ള വെള്ളം നമ്മൾ എടുത്തില്ലല്ലോ. എടുത്തു. ഓക്കെയാണ്. അതാണ്. ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴി. ഒരു 2-3 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അധികം ദൂരമൊന്നുമില്ല, 500 മീറ്റർ ഉണ്ടാവുള്ളൂ. എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിടക്കുന്ന ബോട്ടാണ്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് വീഡിയോ നല്ല സെറ്റായിട്ട് പിടിക്കാം. അവിടെ ഫ്രണ്ടിലേക്കും 2-3 ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് കേട്ടോ. ഇതിനുള്ളിൽ ഒരു സെറ്റപ്പ് നമ്മുടെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കിക്കിടു പാവ. ഇതിനുള്ളിൽ ഇങ്ങനെയാണ് നമ്മൾ വന്ന് കയറുമ്പോൾ ഇരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡുള്ള നമുക്ക് ഇവിടെ എന്താ പറയണ്ടേ, ആലപ്പുഴ വരെയൊക്കെ പോയിട്ട് ഹൗസ് ബോട്ടൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കും. അതായത് ഇവിടെ നമുക്ക് ആലപ്പുഴ വരെ ട്രാവൽ ചെയ്യേണ്ട ഒരു സീൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. സെയിം സെറ്റപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഇതാണ്. ഇനി ബാക്കി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഡ്രൈവർ ചേട്ടൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല. ചേട്ടൻ്റെ പേരെന്നാ? ബിനു ചേട്ടനാണ് നമ്മളെ വണ്ടി ഓടിച്ച് നയിക്കുന്നത് കേട്ടോ. ബാക്കി ഒരു സൈഡിൽ നിന്ന് ഷൈനി ആൻറ്റിയെ, മമ്മിയെ, ആൽബർട്ട് ബ്രോ, ജിമ്മിച്ചൻ, പിന്നെ ജെയ്സൺ വളരെ വീഡിയോഗ്രാഫർ. അനീഷ് വന്നടാ. ഞങ്ങൾ അനീഷേക്ക് വന്നത് എൻ്റെ കഥ പറയട്ടെ. അനീഷ് ഇവിടുത്തെ ലൈൻ ബസ്സുകൾ പാറിക്കുന്ന ഒരാള് അല്ലടാ? അതെ.
ഇതിനകത്ത്. അതെ. ഇവിടെ വന്ന് സുബിയെ ഐക്യമൊക്കെ ഇവിടെ പാട്ട് പാടി വന്നു. Introducing Abin on the stage. Yay! In the camera. അമ്മച്ചിക്ക്, ചാച്ചന്, ഫ്രാൻസ്, അനിക്സ്, അപ്പു, അക്കച്ചി. ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു വാഷ് യൂണിറ്റൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വാഷ് യൂണിറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ നമുക്കൊരു റൂമുണ്ട്. റൂമും ഒരു ടോയ്ലറ്റ്. ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ടോയ്ലറ്റ് കേട്ടോ. ഇവിടെ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. AC ഒക്കെ ഉണ്ട്. ഇവർ നൈറ്റിൽ അധികം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ചേട്ടന്മാർ ഫുഡൊക്കെ റെഡിയാക്കുന്നു. പിന്നെ നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് പോവാം. ഇതാണ് ഇവിടെ നമ്മുടെ സെക്ഷനിലെ നമ്മുടെ പിള്ളേർ മുഴുവൻ മുകളിലാട്ടോ. ഇതാണ്ടേ അമ്മ, നിങ്ങൾ രതീഷ് കഴിക്കുവാണോ? ഇയാള് കാണിച്ച പണി കണ്ടോ? ആ ഡ്രൈവറുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു. ചാന്തര അമ്മാവാ. അതാണ് ചാന്ദ്ര കലിപ്പിലെ. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എടാ ശരിയാ നോക്കി ദാനീഷ്, അപ്പോൾ നമ്മൾ മുകളിൽ നമ്മുടെ ബോട്ടിങ് പരിപാടികളൊക്കെ സെറ്റായിരിക്കുന്നു. പപ്പ ഉണ്ടോ? ഗോവക്കാരൻ വരുന്നുണ്ടോ? ചെറുപ്പകാല സുഹൃത്തുക്കളാ സ്കൂളിൽ നമ്മളിപ്പം അവിടെ വണ്ടി ഓടിക്കുന്ന ഇവനാട്ടോ എല്ലാം. ഏത് വണ്ടിയും ആദ്യം എനിക്ക് ഓടിക്കാൻ തന്നിട്ടുള്ള ഇവരാണ്. ഇപ്പം പറഞ്ഞത് ശരിയാവില്ലേ? എൻ്റെ ലൈസൻസ് കൂടെ കളയാറാണ്. അങ്ങനെയാണ് നമ്മുടെ ചങ്ക് ഐറ്റമാണ് കേട്ടോ. ചങ്ക് കൂട്ടുകാരൻ നമ്മുടെ നാട്ടിലെ. ഇവനെ ഇപ്പം വണ്ടി എടുത്തോണ്ട് വന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നത്. സ്ഥലത്താണെന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത്. നീലേശ്വരത്തിന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇവിടെ സംഭവം അടിപൊളി കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ സംഭവം അടിപൊളിയാണ്.